2 വർഷത്തിന് ശേഷം നമ്മൾ ബോബിയെ കാണുവാണ്. വിത്ത് ദ ഹെയർ മുഴുവൻ റിസൾട്ട് വന്നിട്ടാണ് നമ്മൾ കാണുന്നത്. അന്ന് ഫ്രണ്ടിൽ നിന്ന് ഒരു പകുതി ഏരിയ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അന്ന് പുറകോട്ടല്ല, ക്രൗൺ ഭാഗം ചെയ്യാൻ വേണ്ടിയാണ് ബോബി വീണ്ടും വന്നത്. ന്യൂസിലൻഡിൽ നിന്നാണ്. ബോബിയുടെ ഈ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ്, ആളുകൾ എന്ത് ഫീഡ്ബാക്ക് തന്നു, ചെയ്തിരിക്കുന്ന മുടി അത് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, ആ ഒരു ഫീഡ്ബാക്കിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ പിന്നെ ആദ്യമേ കുവൈറ്റിലായിരുന്നു. ഏകദേശം ഒരു 10-12 വർഷം കുവൈറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വെള്ളത്തിന്റെ ആണോന്ന് അറിയത്തില്ല, എന്റെ മുടി ഒത്തിരി പൊഴിഞ്ഞു പോയായിരുന്നു, കഷണ്ടി ആയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ മൈക്രോയെ കുറിച്ച് അറിയാൻ പറ്റി. അങ്ങനെ ഞാൻ ഇവിടെ വന്നു, ഡാനി സാറിനെ കണ്ടു, ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തു. വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് തിരിച്ച് മൂവ് ചെയ്ത് ന്യൂസിലാൻഡിലേക്കാണ്. നല്ലതായിട്ട് വളർന്നു എല്ലാ ആൾക്കാർക്കും. പക്ഷെ നമുക്കൊരു ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് നമ്മളിങ്ങനെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അതുപോലെ പിന്നെ ഞാനിപ്പോൾ വീണ്ടും തിരിച്ചു വന്നേക്കുന്നത്, എനിക്ക് സെക്കൻഡ് പാർട്ടായിട്ട് എന്റെ ബാക്ക് സൈഡ് മുടി കുറവാണ്, അത് ചെയ്യാൻ വേണ്ടിയാണ് വീണ്ടും ഞാൻ മൈക്രോ ഫോളിക്ലിനിലാണ് വന്നേക്കുന്നത്. എനിക്കത് കഷണ്ടി ഉള്ളവർക്ക് എപ്പോഴും ഒരു നെഗറ്റീവായിട്ട് ഒരു തിങ്ക് ചെയ്യും. നമ്മൾ എപ്പോഴും എവിടെ ചെന്നാലും നമ്മൾ ഇച്ചിരി മുന്നിൽ നിൽക്കാൻ ഒരു മടി കാണിക്കും. അതൊന്നും വേണ്ട, ധൈര്യത്തോടെ നമ്മുടെ മൈക്രോയിലേക്ക് വരിക. ഇവിടെ നല്ല എല്ലാ സർവീസും നല്ല ആൾക്കാരുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെടുക, ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് സന്തോഷത്തോടെ പോവുക. എനിക്കിപ്പോൾ ഞാൻ നല്ല നല്ല എനർജറ്റിക് ആണ്, പോസിറ്റീവാണ്. എനിക്ക് എവിടെ വേണം ആരുടെ മുന്നിലോട്ട് പോകാനും സംസാരിക്കാനും ഒക്കെ ഒരു നല്ലൊരു ഒരു വൈബ്രേഷൻ ഉണ്ട്, പോസിറ്റീവ് വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് തന്നെ കിട്ടുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.